നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഷാർജയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാതായ മലയാളി വിദ്യാർത്ഥി അമിയ സന്തോഷ് എന്ന 15-കാരനെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജുമൈറ ലാമിറ ബീച്ചിൽ നിന്ന് കണ്ടെത്തിയ കാര്യം വാർത്തകളിൽ ഇടം നേടുമ്പോൾ 12ാം ക്ലാസ് വിദ്യാർത്ഥി റോണിത് ലജ്വാനിയാണ് അമിയയെ കണ്ടെത്തിയ വിവരം വിശദീകരിക്കുന്നത്. വാർത്തകളിലേക്ക്. റോണിത് ലജ്വാനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ജുമൈറ മിറയിലെ കരിയർ ഗൈഡൻസ് കേന്ദ്രത്തിൽ നിന്ന് മടങ്ങുകയായിരുന്നു താൻ. സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 2:30 കാണും. പെട്ടെന്ന് അവിടെ ഒരു ബസ് ഷെൽട്ടറിനടുത്തായി അമേയ ഇരിക്കുന്നത് കണ്ടു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച അവന്റെ ചിത്രം മനസ്സിൽ ഓർമ്മ വന്നു. ഒന്ന് ഓർത്തെടുത്തപ്പോൾ അമേയ തന്നെയെന്ന് മനസ്സ് പറഞ്ഞു. തുടർന്ന് ഞാൻ പതുക്കെ അവന്റെ അടുത്തെത്തി. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ആദ്യമൊന്നും അവന് ഒട്ടും തന്നെ സംസാരിക്കാൻ സാധിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, 2 ദിവസമായി വെള്ളം മാത്രം കുടിച്ച് തീരെ അവശനായിരിക്കുകയായിരുന്നു അമയ. ചുണ്ടുകൾ നന്നായി വരണ്ട് ഉണങ്ങിയിട്ടുണ്ട്. ആ കണ്ണുകളിൽ ഭയം തളം കെട്ടി നിന്നിരുന്നു. ഞാൻ അവനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു, പക്ഷേ നിരസിക്കുകയാണ് അവൻ ചെയ്തത്. നമുക്ക് ഒന്നിച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. ഭക്ഷണത്തിന് ശേഷം അവൻ കുറച്ച് ഉഷാറായി. ഞാൻ അവനോട് പറഞ്ഞു, അമ്മയെ കാണാതെ അച്ഛനും അമ്മയും നന്നായി വിഷമിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അധ്യാപകരുമെല്ലാം എത്രമാത്രം വിഷമിക്കുന്നുവെന്ന് നിനക്കറിയാമോ? അവരോടൊന്നും പറയാതെ ഇങ്ങനെ വന്നത് ശരിയാണെന്ന് നീ കരുതുന്നുണ്ടോ? ഞാനവന് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ കാണിച്ചു കൊടുത്തു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാനവനെ ആശ്വസിപ്പിച്ചു. അവൻ ചെയ്തു പോയ പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി തുടങ്ങിയിരുന്നു അവന്. എന്നാൽ വീട്ടിലേക്ക് മടങ്ങാൻ ഭയം കാരണമാണ് അവൻ പോവാതിരുന്നത്. ഞാനവനെ കുറേയേറെ ആശ്വസിപ്പിച്ച ശേഷം അവൻ്റെ പിതാവ് സന്തോഷ് രാജനെ വിളിച്ചു. അവർക്ക് ഞങ്ങളുടെ സ്ഥലം പറഞ്ഞു കൊടുത്തു. അച്ഛൻ എത്രയും പെട്ടെന്ന് എത്താമെന്ന് അറിയിച്ചു. ഞങ്ങൾ വീണ്ടും സംസാരം തുടർന്നു. സ്പോർട്സിനെ കുറിച്ചൊക്കെ അരമണിക്കൂറോളം സംസാരിച്ചു. അപ്പോഴേക്കും അച്ഛനും മറ്റുമെത്തി. വലിയൊരു സത്കർമ്മം ചെയ്ത യാതൊരു ഭാവവുമില്ലാതെ റോണി പറയുന്നു. മകനെ രക്ഷിച്ച റോണിയെ രക്ഷകയായ മാലാക എന്നാണ് അമ്മയുടെ മാതാപിതാക്കൾ സന്തോഷത്തോടെ ഓർക്കുന്നതും വിശേഷിപ്പിച്ചതും. എന്തായാലും റോണി ചെയ്ത ഈ ഒരു പ്രവൃത്തിക്ക് പ്രവാസി മലയാളിയുടെ അഭിനന്ദനവും സ്നേഹവും. പരീക്ഷാ പേടി കാരണമാണ് അമയ വീട് വിട്ട് ഇറങ്ങിയതെന്നാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും അമയെപ്പോലെ പരീക്ഷാ പേടിയുള്ള കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെക്കാൾ വലുതല്ല മാതാപിതാക്കൾക്ക് ഒരു പരീക്ഷയിലെയും വിജയം. മറ്റൊരു പ്രവാസി മലയാളിയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.